ഹലോ, എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വൻപയർ കൊണ്ടൊരു കറി ഉണ്ടാക്കുവാണേ. അപ്പോൾ അതിന് 4 ടേബിൾ സ്പൂൺ വൻപയർ, 4 സ്റ്റാർ പുളി, പിന്നെ ഒരു ചരുവത്തിൽ വെള്ളം. സ്റ്റാർ പുളി എൻ്റെ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ആ മരവേ വെട്ടിക്കളഞ്ഞു. പക്ഷെ നല്ല സംഭവമാണ്, നല്ല രസമാണ് പുളി. അത് വെച്ച് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് ഒരു ഫ്രണ്ട് കൊണ്ട് തന്നപ്പോഴത്തേക്കും ഞാൻ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് അതെല്ലാം കഴുകി വൃത്തിയാക്കി പുളിയൊക്കെ അരിഞ്ഞ് നാരൊക്കെ കളഞ്ഞിട്ട് വേണം അരിയാൻ. ഇനിയിപ്പോൾ നമുക്കൊരു കുക്കറിനകത്തോട്ട് വൻപയർ, കഴുകിയ വൻപയർ ഇട്ടു. അത് വൻപയർ കുക്കറിലിട്ട് വേവിച്ചാലേ ശരിയാകത്തുള്ളൂ, അതുകൊണ്ടാണ് കുക്കറിലിട്ട് വേവിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇനി ഇതിപ്പം വെള്ളം ഒഴിച്ചിട്ട് സ്റ്റാർ പുളി അരിഞ്ഞതും കൂടെ ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ചിലവർക്ക് വെളുത്തുള്ളി ഇടണം ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ഇടാം. ഞാൻ ഈ കറിക്ക് വെളുത്തുള്ളി ഇടുന്നില്ല. വെളുത്തുള്ളി ഇട്ടാൽ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ അതിട്ട് കറി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 4 വിസിൽ മതി, മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ. അപ്പോഴത്തേക്കും പയറൊക്കെ ഉടഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടും. ഇനി അതവിടെ വേവട്ടെ, നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരുവിയത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം വെളുത്തുള്ളി അതിൻ്റെ കൂടെ വേവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അരപ്പിൻ്റെ കൂടെ ആയാലും ചേർക്കാം. ഞാനിവിടെ വെളുത്തുള്ളി എടുക്കുന്നില്ല. ഇവിടെ ഈ കറിക്ക് ഞങ്ങളങ്ങനെ വെളുത്തുള്ളി ഇടാറില്ല. ചിലവർക്ക് ഈ കറിക്ക് വെളുത്തുള്ളി ഇടുന്ന ഇഷ്ടമായിരിക്കും, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഓപ്ഷണലാണേ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ എടുത്ത സ്റ്റാർ പുളി എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു രൂപത്തിൽ അരച്ചെടുക്കണം. ആ പുളി ഇച്ചിരി വലിയതായിട്ട് പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അത് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ പഴുത്തത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിത് പരീക്ഷിച്ചിട്ടില്ല. അപ്പം നമുക്ക് കുക്കർ തുറന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് വൻപയർ. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് അരപ്പ് കൂടെ ചേർക്കാം. അരപ്പ് കൂടെ ചേർത്തിട്ട് ഗ്യാസ് വെച്ചിട്ട് നന്നായിട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് പിന്നെ നന്നായിട്ട് തിളപ്പിക്കണം. ഇനി തിളപ്പിച്ച് അതൊന്ന് കുറുകിയെടുക്കണം. ഒരുപാട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ ഇച്ചിരി വെള്ളം പോലെ ആകും. അപ്പം അതൊന്ന് കുറുകി വരണം. ഇപ്പോൾ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ പാകമാണോ എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് തിളപ്പിക്കാം. ഒന്ന് കുറുകി വരണം. ഇത് നല്ലൊരു കറി, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ അടിപൊളി. അതിൻ്റെ കൂടെ തൈരും ചോറും ഈ കറിയും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഇപ്പം നമുക്കിതിനെ ഒന്ന് താളിക്കുകയും വേണം. അതിന് ഞാൻ ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായോ എന്ന് നോക്കി, ചൂടായില്ലായിരുന്നു. ഇപ്പം ചൂടായി. ഇനിയിപ്പം നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കുറച്ച് ഉലുവയും കൂടെ ഞാനിവിടെ ഇടുന്നുണ്ട്. കടുകിൻ്റെ കൂടെ ഉലുവ ഇഷ്ടമില്ലാത്തവർക്ക് ഉഴുന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു മണം കിട്ടാനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയാണ് ഉലുവയോ അല്ലെങ്കിൽ ഉഴുന്നോ രണ്ടും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഉലുവ ഇടുന്നത്. ഇനിയിപ്പോൾ രണ്ടും കടുക് പൊട്ടി ഉലുവ ഒന്ന് കളർ ചേഞ്ച് ആയപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കറിവേപ്പില ഇടുന്നത്. അപ്പം അത് അല്ലെങ്കിൽ ചുമ്മാ കറിവേപ്പില പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആകും. അപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനിയിപ്പോൾ നമുക്കിത് കറിയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഇത് നല്ല കറി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. 2 ആഴ്ച എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. എൻ്റെ മൊബൈലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഓക്കെ ആയി. ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.